കായംകുളം മണ്ഡലത്തിലെ 15 റോഡുകൾക്കായി 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. അഭ്യർത്ഥന പ്രകാരം 2024-25 സംസ്ഥാന ബജറ്റിൽ കായംകുളം മണ്ഡലത്തിലെ വിവിധ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായാണ് തുക അനുവദിച്ചതെന്നും എം.എൽ.എ. പറഞ്ഞു. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. കായംകുളം മണ്ഡലത്തിലെ 15 റോഡുകൾക്കായി 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. തന്റെ അഭ്യർത്ഥന പ്രകാരം 2024-2025 സംസ്ഥാന ബജറ്റിൽ കായംകുളം മണ്ഡലത്തിലെ വിവിധ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിനായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കായംകുളം നഗരസഭ വാർഡ് 13, 16 കാക്കനാട് കാങ്കാലിൽ റോഡിന് 100 ലക്ഷം രൂപ, വാർഡ് 13, 15, 14 നിറയിൽമുക്ക് റെയിൽവേ സ്റ്റേഷൻ റോഡിന് 135 ലക്ഷം രൂപ, വാർഡ് 6 നൂറാട്ട് വാഴപ്പള്ളിൽ റോഡിന് 50 ലക്ഷം രൂപ, പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 14 കൊപ്പാറയിൽ വായനശാല റോഡിന് 80 ലക്ഷം രൂപ, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വാർഡ് 20 ആഞ്ഞിലിമൂട് ലാഹയിൽ റോഡിന് 55 ലക്ഷം രൂപ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 4, 3, 14, 15 ലൈറ്റ് മുക്ക് വാരണപ്പള്ളി റോഡിന് 75 ലക്ഷം രൂപ, ഇതേ പഞ്ചായത്തിലെ തന്നെ വാർഡ് 6, 8, 11 പറയണത്ത് ജംഗ്ഷൻ ആശ്രമം ജംഗ്ഷൻ റോഡിന് 75 ലക്ഷം രൂപ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 5, 6 NSS കരയോഗം കാരാവള്ളി മുക്ക് റോഡിന് 55 ലക്ഷം രൂപ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ തന്നെ വാർഡ് 5 പനയനാറുകാവ് കാരാവള്ളി മുക്ക് റോഡിന് 55 ലക്ഷം രൂപ, ഇവിടുത്തെ തന്നെ വാർഡ് 7 ചിറക്കൽക്കുറ്റി മുഞ്ഞിനാട് മുക്ക് റോഡിന് 40 ലക്ഷം രൂപ, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 8 മേപ്പള്ളിക്കുറ്റി ജംഗ്ഷൻ വെട്ടിക്കോട് ടെമ്പിൾ റോഡിന് 55 ലക്ഷം രൂപ, കണ്ടലൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 4, 5, 2, 1 അമ്പലമുക്ക് വടക്കൻ കോയിക്കൽ ക്ഷേത്രം റോഡിന് 110 ലക്ഷം രൂപ, വാർഡ് 4 ജനശക്തി റോഡിന് 55 ലക്ഷം രൂപ, വാർഡ് 14 ഓണമ്പള്ളിൽ വരമ്പത്ത് പുതുവേൽ റോഡിന് രണ്ടാം ഘട്ടത്തിനായി 60 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഭരണാനുമതി ലഭിച്ചിരിക്കുന്നതെന്നും എം.എൽ.എ. പറഞ്ഞു. പൊതുമരാമത്ത് നിരത്ത് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. എത്രയും വേഗം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും എം.എൽ.എ. അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.